ഹലോ, ഞാൻ ഡോക്ടർ വിനീത് കെ കൊച്ചി ലൂർദ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനായി സേവനമനുഷ്ഠിക്കുന്നു. ന്യൂറോ സർജറിയും ICUവിലെ വെന്റിലേറ്ററും തമ്മിലുള്ള ബന്ധം ഒരുപാട് പേർക്ക് സംശയം ഉളവാക്കാറുണ്ട്. അതായത് ഒരു എമർജൻസി ആയി രോഗിക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടി തലച്ചോറിനകത്തൊരു രക്തസ്രാവം ഉണ്ടായോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അബോധാവസ്ഥയായ രോഗിയെ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും എമർജൻസി ആയി ICUവിൽ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ പലപ്പോഴും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ, ഒരു ഭയം, അതിനെക്കുറിച്ച് ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ എമർജൻസി അവസ്ഥയിൽ വെന്റിലേറ്റർ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് രോഗി പൂർണ്ണമായ ബോധാവസ്ഥയിലല്ലാത്തപ്പോൾ രോഗിക്ക് സ്വയം ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ശ്വാസം വലിക്കുകയാണെങ്കിൽ പോലും അബോധാവസ്ഥയിലായത് കാരണം വായിലെ സ്രവങ്ങളും മറ്റും ശ്വാസകോശത്തിൽ ഇറങ്ങിപ്പോയി ന്യൂമോണിയോ തൽക്ഷണം ഒരുപക്ഷെ പെട്ടെന്നുള്ള മരണം വരെ സംഭവിക്കാം എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഒരുപക്ഷെ മിക്ക കേസുകളിലും ന്യൂറോ സർജന്മാർ അല്ലെങ്കിൽ ICU ഡോക്ടർമാർ വെന്റിലേറ്ററിനെ കുറിച്ച് രോഗിയുടെ കൂട്ടിരിപ്പുകാരോട് പറയാറുള്ളത്. ഇതിനർത്ഥം രോഗിയെ ഒരു ഘട്ടത്തിൽ വെന്റിലേറ്ററിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചറിവില്ല എന്നുള്ളൊരു യാതൊരു സാഹചര്യവും ഒട്ടുമിക്ക കേസുകളിലും ഉണ്ടാവാറില്ല. വളരെ മോശം കേസുകളിൽ നമ്മൾ ജീവൻ രക്ഷാമാർഗമായി 1, 2 മാക്സിമം 3 ദിവസം വെന്റിലേറ്റർ കിടത്തി നോക്കാം, കാര്യമായിട്ട് ഗുണമില്ലെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒട്ടുമിക്ക കേസുകളിലും തലയ്ക്ക് പരിക്ക് പറ്റിയോ തലച്ചോറിന് രക്തസ്രാവം വന്നോ മറ്റു കാരണങ്ങൾ കൊണ്ടോ രോഗി അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ സർജറി വഴിയോ മരുന്നുകൾ വഴിയോ അബോധാവസ്ഥയിൽ നിന്ന് മോചനം നേടി ഒരു കുറച്ചും കൂടി ബോധത്തിലൂടെ തിരിച്ചു വരുന്ന, കണ്ണു തുറന്ന് സ്വയം ശ്വാസം വലിക്കുന്ന ആൾ തിരിച്ചറിയുന്ന ഒരു ലെവലിലോട്ട് എത്തുന്നത് വരെ ഒരുപക്ഷെ തൊണ്ടയിൽ ട്യൂബും അതുവഴി വെന്റിലേറ്റർ മെഷീൻ വഴി കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതെല്ലാ കേസുകളിലും പെർമനൻ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക കേസുകളിലും വെന്റിലേറ്ററിലാക്കിയതിന് ശേഷം ഒരുപക്ഷെ എമർജൻസി സർജറിക്ക് രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയതിന് ശേഷം അനസ്തീഷ്യ കൊടുത്ത് സർജറി കംപ്ലീറ്റ് ആയതിനു ശേഷവും ഒരുപക്ഷെ തലച്ചോറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാകുമ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞേ ഒരുപക്ഷെ ബോധം തെളിയുള്ളൂ. അതുവരെയും വെന്റിലേറ്ററിൽ തുടരേണ്ടി വന്നേക്കാം. അപ്പോഴും അത് രോഗിയുടെ റിക്കവറി എത്ര നാളത്തേക്ക് ഉണ്ടാകുന്നു അത്രയും നാളത്തേക്ക് വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചില കേസുകളിൽ ദിവസങ്ങളോളം വെന്റിലേറ്റർ അല്ലെങ്കിൽ സ്വയം സ്വബോധാവസ്ഥയിൽ ശ്വാസം വലിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വായക്കൂടെയുള്ള ട്യൂബ് മാറ്റി തൊണ്ടയിൽ ട്രെക്യോസ്റ്റമി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലഘു സർജറി വഴി ട്യൂബ് കണക്ട് ചെയ്ത് അതും വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതെല്ലാം രോഗിയുടെ റിക്കവറി എത്രത്തോളം റാപ്പിഡ് ആണോ അല്ലെങ്കിൽ സ്പീഡി ആണോ എന്നതനുസരിച്ചിരിക്കും. ചുരുക്കം ചില കേസുകളിൽ രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തിയെങ്കിലും രോഗിക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ എത്ര മരുന്ന് കൊടുത്തിട്ടും ബ്ലഡ് പ്രഷർ അതുപോലെ പൾസ്, ഹാർട്ടിന് മിടിപ്പ് എന്നിവയൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ രോഗിയുടെ കൂട്ടിരിപ്പുകാരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഒരുപാട് ദിവസം വെന്റിലേറ്ററിൽ പോകുന്നതുകൊണ്ട് ഗുണം ചെയ്യില്ല എന്ന്. അതല്ലാതെ നമ്മളെ ഒരു മരണം സംഭവിച്ച രോഗിയെ വെന്റിലേറ്ററിൽ ഒരുപാട് ദിവസം കിടത്തി ആശുപത്രി കളിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസം രോഗികൾക്കിടയിലുണ്ട്. ഇത് പൂർണ്ണമായും തെറ്റാണ്. രോഗിക്ക് മറ്റ് ചികിത്സ വഴി രോഗിയുടെ ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്രയും സാധ്യത ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമേ ഒട്ടുമിക്ക അവസരങ്ങളിലും വെന്റിലേറ്ററിൻ്റെ റോളുള്ളൂ. അല്ലാതെ വെന്റിലേറ്ററിൽ ഒരിക്കലും മരണത്തെ പൂർണ്ണമായി ഒഴിവാക്കില്ല. അതൊരു മിഥ്യയാണ്.